എന്നത്തെയും പോലെ ഇന്നത്തെ രാവിലത്തെ പണിയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കൂട്ടത്തിൽ ചപ്പാത്തി. ഇന്നാണെങ്കിൽ ഞാൻ രാവിലെ എണീറ്റത് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ. പക്ഷെ ആ സന്തോഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഇല്ലാണ്ടായി. എന്നെൻ്റെ ബർത്ത്ഡേ ആയിട്ടും ആരും തന്നെ എന്നെ വിഷ് ചെയ്തില്ല. സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്. ഇതിനൊക്കെ ഇപ്പോൾ വിഷമിച്ചിരിക്കാൻ പാടുണ്ടോ ചോദിച്ചാൽ, ചെറുപ്പം മുതലേ എൻ്റെ ബർത്ത്ഡേ എൻ്റെ വീട്ടിൽ സ്പെഷ്യലാക്കി കഴിക്കുമായിരുന്നു കേട്ടോ. എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഞങ്ങൾ 3 പെൺകുട്ടികളും അതിൽ ചെറുത് ഞാനായതുകൊണ്ടും കുറച്ച് കെയറിങ് കൂടുതലായിരുന്നു എന്നെ. അതുകൊണ്ട് എൻ്റെ ബർത്ത്ഡേ മാത്രം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ വീട്ടിൽ കിട്ടണ പരിഗണന നമ്മൾ കയറി ചെല്ലുന്ന വീട്ടിൽ കിട്ടണം എന്നില്ലാന്ന് എനിക്ക് നല്ലോണം അറിയാം. അറിഞ്ഞാലും ആ ഒരു ദിവസമൊക്കെ ആകുമ്പോൾ എവിടെന്നെങ്കിലൊക്കെ ഒരു ഇടങ്ങേറ് വരും. എൻ്റെ വീട്ടിൽ ഞാൻ ചെറിയ മോളാണെങ്കിലും ഞാൻ കയറി വന്നിടത്ത് വലിയ മരുമോളാണ്. അതിൻ്റെ പക്വത നീ കാണിക്കണമെന്ന് എൻ്റെ ആ മൂപ്പരാൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. പക്ഷേ എന്തോ അതെനിക്ക് സെറ്റാവുന്നില്ല. ചില ദിവസങ്ങൾ ഞാൻ കരുതും എനിക്ക് 2 മക്കളൊക്കെ ആയില്ലേ, ഇനിയെങ്കിലും കുറച്ച് പക്വതയോടുകൂടി ഞാൻ നടക്കണം, ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്നൊക്കെ വിചാരിക്കെങ്കിലും പക്ഷെ ആ വിചാരിക്കൽ മാത്രമേ നടക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ എൻ്റെ എല്ലായ്മയും വല്ലായ്മയൊക്കെ പറഞ്ഞ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ചപ്പാത്തി ചുടുമ്പോഴും കൂടി പഴയ കാര്യങ്ങൾ ആലോചിച്ചിട്ട് വെറുതെ തലമുണ്ടാക്കുന്ന പരിപാടിയാണ്. അങ്ങനെ ഒരു സൈഡിൽ കൂടെ ചപ്പാത്തിയും കറിയൊക്കെ ആയിട്ടുണ്ട്. ഇനി പാത്രം കഴുകാൻ ഒരു ലോഡ് ഉണ്ടാവും. ഇനി അതും കൂടി കഴുകി വെച്ചാൽ രാവിലത്തെ പരിപാടി കഴിഞ്ഞിട്ടോ. ഇന്ന് സ്കൂൾ അടക്കുന്ന ദിവസമായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് 2 പേർക്കും ക്രിസ്മസ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ കുറച്ച് അതിൻ്റെ തിരക്കും കൂടിയായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ.